സംസ്ഥാന വ്യാപകമായി ലഹരി വിപണനത്തിന്റെ കണ്ണികളായി SFI മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. TPയെ കൊലപ്പെടുത്തിയത് നിഷേധിച്ചവർ SFI നേതാക്കളുടെ മുറിയിൽ നിന്നും കഞ്ചാവ് പിടിച്ചെന്നത് സമ്മതിക്കുമോ എന്നും കളമശ്ശേരിയിൽ നടന്നത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണവും ഉത്കണ്ഠയും ശരിവയ്ക്കുന്ന സംഭവമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കളമശ്ശേരി പോളിടെക്നിക്കിൽ SFI നേതാക്കളും യൂണിയൻ ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവരെയാണ് കഞ്ചാവുമായി പിടികൂടിയത്. സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിലും കോളേജുകളിലും ലഹരി വിപണനത്തിന്റെ കണ്ണികളായി SFI മാറിയിരിക്കുകയാണ്. ലഹരി മാഫിയയ്ക്ക് രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ടെന്ന് 2022 ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയതാണ്. ലഹരി മാഫിയ കേരളത്തിൽ അവരുടെ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരി മാഫിയകളുടെ കണ്ണി വികസിപ്പിക്കുന്നതിൽ കോളേജുകളിലും ഹോസ്റ്റലുകളിലുമുള്ള SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കളമശ്ശേരി പോളിടെക്നിക്കിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ യൂണിയൻ ഭാരവാഹികളെ SFI നേതാക്കളും അടക്കമുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് പെട്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിൽ കോളേജുകളിൽ ലഹരി മരുന്ന് വിപണനത്തിൻ്റെ കണ്ണിയായി SFI മാറിയിരിക്കുകയാണ്. ഞങ്ങൾ 2022 തന്നെ നിയമസഭയിൽ വിഷയം കൊണ്ടുവന്നപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചു. പൊളിറ്റിക്കൽ പേട്രണേജ് ലഹരി മരുന്ന് മാഫിയയ്ക്ക് ഉണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. രാഷ്ട്രീയ രക്ഷാകർതൃത്വമുണ്ട്. ലഹരി മരുന്ന് മാഫിയ കേരളത്തിൽ അവരുടെ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചങ്ങലകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലഹരി വിപണനത്തിൻ്റെ സംവിധാനങ്ങൾ. ഈ വർഷം 500 പേരാണെങ്കിൽ അടുത്ത വർഷത്തെ 5000 പേരാണ്. ആ കണ്ണികളെ വികസിപ്പിക്കുന്നതിൽ വലിയ പങ്ക് ഈ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും SFI എന്നുള്ള വിദ്യാർത്ഥി സംഘടന വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് CPM നേതൃത്വവും ഗവൺമെൻറ്റും കർശനമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് പോകും. ഇപ്പോൾ പൂക്കോട് സിദ്ധാർത്ഥൻ്റെ വിഷയത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഘം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആർക്കറിയില്ലാത്തത്? അതിൽ SFI നേതാക്കളുണ്ട്. കോട്ടയത്ത് നിങ്ങൾക്കറിയാം, അവിടെ നടന്ന സംഭവത്തിൽ SFI നേതാക്കളാണ് അതിൻ്റെ അകത്ത് പ്രതികളായി മാറിയത്. ഇപ്പോൾ പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ പരിശോധന നടത്തുമ്പോൾ അവിടെ നിന്ന് ഹോസ്റ്റലിൽ പഠിക്കാത്ത ആളുകൾ വന്ന് ബഹളമുണ്ടാക്കി. SFI നേതാക്കൾ പരിശോധനയ്ക്കെതിരായി. നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം കേരളത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാവരും കൂടി കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഇത് ഫോക്കസിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഗവൺമെൻറ് കഴിഞ്ഞ 2 ആഴ്ചയായി ഈ പരിശോധനാ നടപടികൾ ശക്തമാക്കിയിട്ടുള്ളത്. ആ പരിശോധനാ നടപടികളുമായി കേരളത്തിലെ മുഴുവൻ ആളുകൾ സഹകരിക്കും. ഞങ്ങളെല്ലാം പൂർണ്ണമായി സഹകരിക്കും. ഈ സാഹചര്യത്തിൽ CPM നേതൃത്വവും സർക്കാരും കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് പോകും. പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിലും മയക്കുമരുന്ന് സംഘം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ SFI നേതാക്കളുമുണ്ട്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിലും SFI ഉണ്ട്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ പരിശോധന നടത്തുമ്പോൾ അവിടെ പഠിക്കാത്ത SFI നേതാക്കൾ വന്ന് ബഹളമുണ്ടാക്കി. നിയമസഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചതിന് ശേഷം മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാവരും ചേർന്ന് കേരളത്തിന്റെ പ്രധാന പ്രശ്നമായി ഇതിനെ കൊണ്ടുവന്നതിന് ശേഷമാണ് സർക്കാർ കഴിഞ്ഞ 2 ആഴ്ചയായി പരിശോധന ശക്തമാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പരിശോധനയുമായി കേരളത്തിലെ മുഴുവൻ ആളുകളും സഹകരിക്കും. പരിശോധനയ്ക്കെതിരെ ബഹളമുണ്ടാക്കിയത് ഹോസ്റ്റലിൽ ഇല്ലാത്തവരാണ്. പഠിച്ചു കഴിഞ്ഞു പോയവരും ഹോസ്റ്റലിൽ തമ്പടിക്കുകയാണ്. മയക്കുമരുന്നിന് പണം നൽകിയില്ലെങ്കിൽ കുട്ടികളെ റാഗ് ചെയ്യുകയാണ്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ നേരത്തെ ഉന്നയിച്ച ആരോപണവും ഉത്കണ്ഠയും ശരിവയ്ക്കുന്ന സംഭവമാണ് കളമശ്ശേരിയിൽ നടന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ബഹളമുണ്ടാക്കിയത് SFI പ്രവർത്തകരാണ്. മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാണ് KSU ആവശ്യപ്പെട്ടത്. അളവ് കുറഞ്ഞതിന്റെ പേരിൽ ചില പ്രതികളെ വിട്ടയച്ചിട്ടുണ്ട്. 2 കിലോ കഞ്ചാവാണ് ഹോസ്റ്റലിൽ നിന്നും പിടിച്ചെടുത്തത്. യൂണിയൻ ഭാരവാഹികൾ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് മറച്ചുവെച്ച് KSU ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ. SFI ഇതിന് പിന്നിലുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തിൽ മാത്രമായിരുന്നെങ്കിൽ SFIയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാൽ പൂക്കോട് ഉൾപ്പെടെ എല്ലായിടത്തും ഇതാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.